ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. വളരെ ചെറിയൊരു വ്ലോഗാണ്. ഞങ്ങളിത് ആ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു നമ്മൾ പോവാണടാ. എവിടെ പോവാ? എവിടെ പോവാ? ടാറ്റ പോവാണോ? പൊതുവേ ഇവൻ വന്നിട്ട് അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. അപ്പം ഞാൻ കുറച്ച് കളിക്കുന്ന സാധനങ്ങളും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു സ്ലേറ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നേരം എങ്ങനെയെങ്കിലും അതിൻ്റെ പുറകെ ആയിക്കോളുമല്ലോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് 3 പേരും കൂടെ ട്രാവൽ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ സ്വന്തം നാട്ടിലോട്ടാണ്. നാട് എന്നൊക്കെ പറയുമ്പോൾ ദൂരെ എവിടെയല്ല കേട്ടോ. കോഴിക്കോട് തന്നെയുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കീഴരിയൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ വഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഈ നൊസ്റ്റാൾജിക് ഫീൽ. അപ്പോൾ ഈ പുഴ വന്നിട്ട് നെല്ലിയാടി പുഴ എന്ന് പറയും. ഇതിന് മുന്നേ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തോണിയിലായിരുന്നു അക്കരയ്ക്കും ഇക്കരയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴത്തേക്കും പാലമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് അവിടെ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെയൊന്നും കടകളേ ഉണ്ടായിരുന്നില്ല. ഒരു ഹോമിയോ ക്ലിനിക്ക് ഒഴിച്ചാൽ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്കൂളും. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ഡെവലപ്ഡായിപ്പോയി. ഒത്തിരി കടകളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത് സ്കൂളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ ഷട്ടറിട്ട കടയിൽ കുറേ മിഠായികളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ദിവസവും മിഠായിയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ സ്കൂള്. വലിയ ഹൈറ്റിൽ മതിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. സ്കൂൾ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ പണ്ടൊരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ പൂക്കളൊക്കെ വരുന്ന, കുറേ തുമ്പികളൊക്കെ വരുമായിരുന്നു അതിൻ്റെ അടുത്ത്. അതൊക്കെ പോയി തോന്നുന്നു, കുറേ കാലങ്ങളായില്ലേ. വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ എന്നെ വെൽക്കം ചെയ്യുന്ന പോലെ അവിടെ നെല്ലുണ്ടായിരുന്നു. എവിടെ നിന്ന് വന്നതാണെന്നൊന്നും അറിയത്തില്ല. കുറച്ച് നെല്ലിൻ്റെ ചെടികൾ പൂത്തങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബസ് സ്റ്റോപ്പും ഇതുപോലെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറാറുണ്ടായിരുന്നത്. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുവാണ്. വീട്ടിലോട്ടുള്ള വഴി ഇതാ വന്നിട്ട് ഇങ്ങനെയാണ്. നെല്ലിൻ്റെ ഇല എടുത്ത് മുഖത്തൊക്കെ ഒന്ന് വരച്ച് നോക്കാൻ പറയാണ് എൻ്റെ ഡിയറസ്റ്റ് ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ റൂട്ടിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോവുക. ഇപ്പം കുറച്ചും കൂടെ ബെറ്ററാണ്. മേ ബി മഴയൊക്കെ ആയതുകൊണ്ടിട്ട് അത് അണീവനായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴത്തോട്ട്. നമ്മളെ വീട് വന്നിട്ട് കുറച്ച് താഴ്ന്നൊരു സ്ഥലത്തോട്ടാണുള്ളത്. ഇത് റോഡ് മോൾ ഭാഗത്തും വീട് താഴോട്ടുമായിട്ടാണ് ഉള്ളത്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്. അപ്പം ഒരു ഏകദേശം 4ാം ക്ലാസ് പഠിക്കുന്ന സമയം വരെയൊക്കെ ഞാൻ ഇവിടെയായിരുന്നു. പിന്നീടാണ് നമ്മൾ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. എന്നാലും നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പം ആക്ച്വലി ഇവിടെ ആരും താമസിക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പം ആരും താമസിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊന്നുമല്ല വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ ഉൾഭാഗമൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മളിന്നതാ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. അവന് വാക്സിനൊക്കെ വെച്ചതിൻ്റെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.